നമസ്കാരം. ഞാനിപ്പോൾ വന്നിട്ടുള്ളത് ആനിക്കോട് ചരിക പബ്ലിക് സ്കൂൾ അല്ലേ, ചരിക പബ്ലിക് സ്കൂളിലാണ്. അവിടെയാണ് വന്നിട്ടുള്ളത്. ഇവിടെ ഇന്ന് BJP സ്ഥാനാർത്ഥിയായ പാലക്കാട് നിയോജകമണ്ഡലം BJP സ്ഥാനാർത്ഥിയായ ശ്രീമതി ശോഭാ സുരേന്ദ്രൻ വന്നിരുന്നു. അപ്പോൾ അവരോട് ഇന്നലത്തെ ഒരു പൈസ കാര്യങ്ങൾ ഒരു ഇഷ്യൂ ഉണ്ടായല്ലോ. അപ്പോൾ അതിനെക്കുറിച്ച് കാര്യം ചോദിച്ചപ്പോൾ ഇന്ന് രാവിലെ എല്ലാം പ്രസ് മീറ്റ് ചെയ്തു. ഇനി കൂടുതൽ കാര്യങ്ങൾ പറയുന്നില്ല. ഇന്ന് രാവിലെ ഏകദേശം പ്രസ് മീറ്റെല്ലാം കഴിഞ്ഞു. ഇനി കൂടുതൽ കാര്യങ്ങൾ അവരുടെ ശ്രീമതി ശോഭാ സുരേന്ദ്രൻ്റെ അഡ്വക്കേറ്റ് ശ്രീ പ്രിൻസിയാണ് അതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് എന്നോട് പറഞ്ഞത്. അതും കൊണ്ട് കണ്ടു നോക്കാം. ശ്രീമതി ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു, ഇനി കൂടുതൽ ഇന്നെല്ലാം മീഡിയസ് എല്ലാം കൊടുത്തിരുന്നു, വാർത്ത കൊടുത്തിരുന്നു, പ്രസ് മീറ്റ് കൊടുത്തിരുന്നു. ഇനി കൂടുതലൊന്നും പറയാനില്ല. അപ്പോൾ അതുകൊണ്ട് അവരുടെ അഡ്വക്കേറ്റ് ശ്രീ ശോഭാ സുരേന്ദ്രൻ്റെ അഡ്വക്കേറ്റായ പ്രിൻസി അവരാണ് എനിക്ക് ഇതേക്കുറിച്ച് പറഞ്ഞത്. ഈ സാമ്പത്തിക പൈസ കൊടുത്തു എന്നും ഒരു ഇഷ്യൂ ഉണ്ടായല്ലോ, അതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ പറഞ്ഞത്. നമുക്കതൊന്ന് കണ്ടു നോക്കാം. നമസ്കാരം. അപ്പോൾ ഇന്നലെ ഈ ഒരു ചെറിയ ഇഷ്യൂ ഉണ്ടായില്ല പണത്തിൽ, അതിനെക്കുറിച്ച് താങ്കൾക്ക് അതിനെക്കുറിച്ച് പറയാനുള്ളത്? തെറ്റായ ഒരു പ്രചരണം തന്നെയാണ്, വളരെ തെറ്റായ ഒരു പ്രചരണം തന്നെയാണ്. കാരണം ജയിക്കുമെന്ന് ഉറപ്പാകുമ്പോൾ സ്വാഭാവികമായിട്ടും മറ്റുള്ളവർക്ക് വരുന്ന ഒരു ദേഷ്യം അല്ലെങ്കിൽ വിദ്വേഷം മാത്രമാണ് ഉറപ്പാകുമ്പോൾ 100% ജയിക്കുന്ന ഉറപ്പാകുമ്പോൾ സ്വാഭാവികമായിട്ടും വരുന്ന ഒരു ഇറിറ്റേഷനും ദേഷ്യം മാത്രമാണെന്നാണ് എനിക്ക് പറയുന്നത്. അതാണ് അല്ല, അത് ഏറ്റുപിടിച്ചുകൊണ്ട് സ്വാഭാവികം, അതങ്ങനെ തന്നെയല്ലേ. അതൊരു ഒരാൾ ജയിച്ചു വരുന്ന കാണുമ്പോൾ അടുത്ത ഒരാൾക്ക് വരുമ്പോൾ നമുക്ക് തോൽക്കും, അല്ലെങ്കിൽ നമുക്ക് നെഗറ്റീവ് എങ്ങനെ ഒരാൾക്ക് നെഗറ്റീവ് ആക്കാനുള്ളത് സ്വാഭാവികമാണ്. അത് തന്നെയാണ് അത് തെറ്റായ ആരോപണം. വേറൊരു കേട്ടു, ഈ സംഭവം ബന്ധപ്പെട്ട് ഇവരെ നേരത്തെ സാമ്പത്തിക പ്രതികളാണെന്നൊരു ആരോപണമുണ്ടല്ലോ. ഈ ആരോപണം കൊണ്ടുവന്നില്ല, പൈസ കൊടുത്തു എന്ന് പറയുന്നില്ല. അവർ ഇന്നലെ ശ്രീമതി ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു, ഈ പ്രതികൾ നേരത്തെ തട്ടിപ്പ് അതെയാണ് പിന്നീട് പറയുന്നതായിരിക്കും, പിന്നീട് അറിയിക്കുന്നതായിരിക്കും. എന്തായാലും ഇലക്ഷൻ ഒന്ന് കഴിയട്ടെ, എന്നിട്ട് അതിനുശേഷം വലിയ വിശദമായിട്ടുള്ള ഇത് നമ്മൾ പറയുന്നതായിരിക്കും. താങ്കളുടെ പേര്? എൻ്റെ പേര് അഡ്വക്കേറ്റ് മിജി. ഞാൻ ഇവിടെ 2ാം വാർഡ് മെമ്പറാണ്. അഡ്വക്കേറ്റ് മിജി. താങ്ക് യു. ഇവിടെ തന്നെ അഡ്വക്കേറ്റ് മിജി അല്ലേ? അതെ. ഓക്കെ, താങ്ക് യു. ഒരു ഗേറ്റിൻ്റെ അവിടെ എന്നെ കണ്ടോണ്ട് അല്ലാണ്ട് കേരളക്കാര് മറ്റേ നോർത്ത് ഇന്ത്യൻ പോലെ ഇങ്ങനെ കാണിച്ചാൽ അത് വെറും ഭക്ഷണം അല്ല, ബിരിയാണി ഇല്ല, ബിരിയാണി ചോറും ചിക്കനും. ഇത് ന്യൂസ് 95 ഉണ്ട്, 95. ഞാൻ ഒരു മിനിറ്റ് ഇതുകൊണ്ട് പറയാം. കണ്ടില്ലേ, ഇതാണ് ഇവരുടെ നിലപാട്. അഡ്വക്കേറ്റ് പ്രിൻസിയുടെ ശ്രീമതി ശോഭാ സുരേന്ദ്രൻ്റെ അഡ്വക്കേറ്റ് പ്രിൻസിയുടെ നിലപാട് വെറും ആരോപണം മാത്രമാണെന്നാണ് അവർ പറയുന്നത്. ഇത് ജയിക്കുമെന്ന് ഉറപ്പായ സ്ഥിതിക്ക് ഇല്ലാക്കഥകൾ പ്രചരിപ്പിക്കുന്നു. UDFകാർ ഇല്ലാക്കഥ പ്രചരിപ്പിക്കുകയാണ്. തോൽക്കുമെന്ന അവർ ഉറപ്പുള്ളതുകൊണ്ട് ഇല്ലാക്കഥ പ്രചരിപ്പിച്ച് ഇല്ലാത്ത വെറും ആരോപണമാണ്, ഇല്ലാത്തതാണ്. അതിൽ യാതൊരു കഴമ്പും ഇല്ല എന്നാണ് അവർ പറഞ്ഞത്. എന്തായാലും സത്യം വിജയിക്കട്ടെ.
എന്താണ് സത്യം പുറത്തു വരട്ടെ, സത്യം വിജയിക്കട്ടെ.